യെസ്, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു സെഷനിൽ OPC, വൺ പേഴ്സൺ കമ്പനി. ഒരാൾ ഒറ്റയ്ക്ക് ഒരു കമ്പനി എങ്ങനെ ഫോം ചെയ്യുന്നു. കൂടുതൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും അല്ല, ഇതിൻ്റെ കോൺസെപ്റ്റും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ്, കഴിഞ്ഞ സെഷനൊക്കെ കണ്ടതിന് ശേഷമല്ലേ നിങ്ങൾ ഈ സെഷൻ കാണുന്നത്, ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സെഷനിൽ നമ്മളൊരു വൺ പേഴ്സൺ കമ്പനീനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേൾഡ് വൈഡ് മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള A to Z ഏതാണെന്നറിയോ? ആമസോൺ അല്ലേ? ആമസോണിൻ്റെ ലോഗോ ശ്രദ്ധിച്ച് നിങ്ങൾക്കറിയാം. എയിൽ നിന്നും സെറ്റിലേക്ക് ഒരു ആരോ മാർക്ക് കാണാം. A to Z ഐറ്റംസ് അവൈലബിൾ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തുടങ്ങിയത് ഒരു വൺ പേഴ്സൺ കമ്പനി ആയിട്ടാണ്. അപ്പോൾ ഈ OPC എന്നുള്ള കോൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് ഏത് വർഷം മുതലാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2013, നമ്മുടെ കമ്പനീസ് ആക്ട് 2013 കറൻ്റ്ലി ഉള്ള കമ്പനീസ് ആക്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഒരു കോൺസെപ്റ്റ്. ബിക്കോസ് പഴയ ഒരു ആക്ട് പ്രകാരം, കമ്പനീസ് ആക്ട് 1956 ഒക്കെ പ്രകാരം, പ്രീവിയസ് കമ്പനിയിലോ പ്രകാരം there were only two types of companies on the basis of size or members: private, public. പ്രൈവറ്റ് ആണെങ്കിൽ മിനിമം 2, പബ്ലിക് 7, മാക്സിമം ഒക്കെ നമ്മൾക്ക് പറയാം. എന്നാൽ ഒറ്റയ്ക്കുള്ള ആൾക്കാർക്ക് ജീവിക്കണ്ടേ? ഒറ്റയ്ക്ക് ബാച്ചിലേഴ്സായിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, രത്തൻ ടാറ്റ. ഓക്കെ, ഹി വാസ് എ ബാച്ചിലർ. യെസ്, ആൻഡ് APJ അബ്ദുൽ കലാം വാസ് എ ബാച്ചിലർ. രാഹുൽ ഗാന്ധി ഈസ് എ ബാച്ചിലർ. നരേന്ദ്രമോദിജി, ഐ തിങ്ക് അങ്ങനെയാണ് പറയപ്പെടുന്നത്, എനിക്കറിയില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റിയ സൽമാൻ ഖാൻ അല്ലേ? ഇവരൊക്കെ ബാച്ചിലേഴ്സ് അല്ലേ? ഇതേപോലെ തന്നെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള സിംഗിൾസിനും കച്ചവടം നടത്തണ്ടേ? അപ്പോൾ കച്ചവടം നടത്താനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സോൾ പ്രോപ്പറൈറ്റർഷിപ്പ് ആയിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ സോൾ പ്രോപ്പറൈറ്റർഷിപ്പിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞിരുന്നു. സോൾ പ്രോപ്പറൈറ്റർഷിപ്പിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾസ് ആയ ആൾക്കാർക്കൊന്ന് ബിസിനസ് ചെയ്യണ്ടേ? നമ്മൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ അവർക്കുള്ളൊരു ഓപ്ഷനായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സംഭവമാണ് വൺ പേഴ്സൺ കമ്പനി, അഥവാ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്തോളൂ, ഒരു സിംഗിൾ ഓണറായിട്ട് ചെയ്തോളൂ. അതേസമയം ഒരു കമ്പനി കിട്ടുന്ന എല്ലാ പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുപോലെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഞാനൊരു OPC തുടങ്ങിയാൽ ഞാൻ തുടങ്ങിയ OPCക്ക് ഒരിക്കലും എൻ്റെ പേരായിരിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ആമസോൺ എന്ന് പറയുന്ന OPCയുടെ പേര് ജെഫ് ബെസോസ് OPC എന്നായിരുന്നില്ലല്ലോ. അതുപോലെ സിയ അബൂബക്കർ ഒരു OPC സ്റ്റാർട്ട് ചെയ്താൽ അതിനെന്താ പേരുണ്ടാവുക? വാട്ട് എവർ നെയിം ഐ ആം ചൂസിങ് ഫോർ ഇറ്റ്. ഒരു ബേക്കറി ആണെങ്കിൽ ഫേമസ് ബേക്കറി, ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ മോഡേൺ ടെക്സ്റ്റൈൽസ്. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന ആ പേരിൻ്റെ ബാക്കിൽ OPC ഉണ്ടാവുമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തുടങ്ങുന്ന OPC എൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ പിന്നെ എത്ര അബൂബക്കർ ഉണ്ട്? അപ്പോൾ എല്ലാവരും തുടങ്ങുന്നതിന് അവരവരുടെ പേരിടണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? ഒരേ പേര് പറ്റൂലല്ലോ. പറഞ്ഞു വരുന്നത്, നമ്മൾ OPC ആണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്നൊരു സെപ്പറേറ്റ് പേരിലാണ്. ട്രേഡ് നെയിം അല്ലെങ്കിൽ ബിസിനസ്സിന് വേറെ തന്നെ ഒരു പേരുണ്ടാവും, ആ കമ്പനിയുടെ പേര് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം അതാണ്, ഓൺലി വൺ പേഴ്സൺ ആസ് എ മെമ്പർ. അതേസമയം കമ്പനിയുടെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപ്പച്വൽ സസഷൻ. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, സാർ ഒറ്റക്കല്ലേ, ഒരാളല്ലേ, ഒറ്റക്കല്ലേ ഉള്ളൂ, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? പകരം ഒരാൾ വരണ്ടേ? സാർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഒരുപാട് പേരുണ്ടാവില്ല. അപ്പോൾ ആരാ? അവിടെ ആ ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് ഒരാളുടെ ഡെത്തിൻ്റെ സമയത്ത്, നമുക്കറിയാം ഒരാൾ ഒറ്റക്ക ബിസിനസ് ചെയ്യുന്നത്, ഡെത്ത് എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ അത് പ്രഡിക്റ്റബിൾ ആണ്. അതായത് അവരുടെ ഒരു ഡെത്ത് സംഭവിച്ചാൽ അടുത്തൊരാൾ വരണം എന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാലോ. അതുകൊണ്ട് കമ്പനീസ് ആക്ടിൽ OPCക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നോമിനി. നോമിനി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഒരാൾ മെമ്പറായ ആൾക്ക് എന്തെങ്കിലും ഇൻകപ്പാസിറ്റി, ഡെത്തോ എന്തെങ്കിലും സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കലി നോമിനി ആയിട്ടുള്ള ആൾ മെമ്പറായി മാറും. അതായത് കമ്പനി മുന്നോട്ട് തന്നെ പോവും. പെർപ്പച്വൽ സസഷൻ എന്നുള്ള ഫീച്ചർ ഉണ്ട്. അതേപോലെ തന്നെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പറഞ്ഞു. ലിമിറ്റഡ് ലയബിലിറ്റി, കമ്പനി മെമ്പേഴ്സ് കമ്പനിയുടെ പേരിലുള്ള ലയബിലിറ്റി കമ്പനിയുടെ പേരിലായിരിക്കും. ഓക്കെ, അതിന് മെമ്പേഴ്സ് ലയബിൾ ആവില്ല. സാധാരണ പ്രൈവറ്റ് ഓർ പബ്ലിക് കമ്പനിയിൽ എങ്ങനെയാണോ ലയബിലിറ്റി, അതുപോലെ തന്നെയാണ് OPCയുടെ ലയബിലിറ്റി ഒക്കെ വരുന്നത്. ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺലി വൺ പേഴ്സൺ ആസ് എ മെമ്പർ അറിയാം. അപ്പം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ഒരു കമ്പനിക്ക് ബേസിക്കലി രണ്ട് മേജർ ബേസിക് ഡോക്യുമെൻറ്റ്സ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. ഇതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് മെല്ലെ മെല്ലെ നമുക്ക് പഠിക്കാം. മെമ്മോറാണ്ടത്തിൽ കമ്പനിയുടെ പേരുണ്ടാവും, കമ്പനി സിറ്റുവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഉണ്ടാകും, അതേപോലെ തന്നെ കമ്പനി എന്താണ് പർപ്പസ്, ഒബ്ജക്റ്റ് ക്ലോസ് ഉണ്ട്, ക്യാപിറ്റൽ, ലയബിലിറ്റി, അങ്ങനെ പലതും ഉണ്ട്. OPCക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ OPCയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ക്ലോസ് ആണ് നോമിനി ക്ലോസ്. അപ്പോൾ മെമ്പർ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യണം? ഈ കമ്പനിയുടെ OPCയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അഥവാ MOAയിൽ നോമിനി ക്ലോസിൻ്റെ നേരെ നോമിനിയുടെ പേര് എഴുതി ചേർക്കണം. അങ്ങനെയാണ് സംഭവം. സോൾ മെമ്പറായ ആളുടെ ഡെത്ത് അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി സംഭവിച്ചാൽ നോമിനി ആയിട്ടുള്ള ആൾ ഓട്ടോമാറ്റിക്കലി മെമ്പറായി മാറും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. മെമ്പർക്ക് നോമിനിയെ മാറ്റാൻ പറ്റുമോ? പറ്റും. യെസ്.
അതേസമയം നോമിനിക്ക് സ്വയം വിഡ്രോ ചെയ്യാൻ പറ്റുമോ? അയാളുടെ പൊസിഷനിൽ നിന്നും എനിക്ക് ഈ കമ്പനിയുടെ നോമിനി ഒന്നും ആവണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റുമോ? അതും പറ്റും. അപ്പോൾ പല കുട്ടികളും ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷനിൽ കേട്ടതാണ് സാറേ, അതുകൊണ്ട് ഇതൊക്കെ അറിയാം. നിങ്ങൾ ഫൗണ്ടേഷനിൽ കേട്ടതിന് പുറമേ അഡീഷണലി നമ്മളൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നുണ്ട് മക്കളെ. അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഇവിടെ. ഫൗണ്ടേഷനിലില്ലാത്ത അല്ലെങ്കിൽ ഡിഗ്രിക്ക് ചിലപ്പം പഠിച്ചിട്ടുണ്ടാവും ബേസിക് ആയിട്ട്, പക്ഷേ അതിലൊന്നും ഇല്ലാത്ത ഒരു നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മളിവിടെ പറയുന്നുണ്ട്. വിത്ത് ക്വസ്റ്റ്യൻ ആൻസർ നമ്മളത് സോൾവ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ ഒരു സീരിയസ്നെസ് അത്രയുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, OPC എന്നുള്ളത് 2013 കമ്പനീസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ സംഭവമല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് OPC എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതെന്നറിയോ? നമ്മുടെ എക്കണോമീനെ ബൂസ്റ്റ് ചെയ്യാൻ, ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ളവർക്ക് അതിനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ. അതുകൊണ്ട് OPC ആയിട്ട് നിങ്ങൾ ബിസിനസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ചാരിറ്റബിൾ ആയിട്ടുള്ള നോൺ പ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ചോദിക്കണം, അപ്പോൾ നമുക്ക് ചാരിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോൺ പ്രോഫിറ്റ് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിലോ? അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു നിങ്ങളൊരു ട്രസ്റ്റ് ഫോം ചെയ്തോളൂ, നിങ്ങളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം നമുക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് ഓർ പബ്ലിക് കമ്പനി ആയിട്ട് സെക്ഷൻ 8 കമ്പനി എന്നാണ് പറയാം. പക്ഷേ OPC ഫോം ചെയ്യുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കണം, നോൺ പ്രോഫിറ്റബിൾ പർപ്പസിന് വേണ്ടി പറ്റൂല. പിന്നെ നമ്മൾ OPCനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, സെപ്പറേറ്റ് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആയിട്ടുള്ള മുത്തൂറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും, ബജാജ് എന്ന് കേട്ടിട്ടുണ്ടാവും, അതേപോലെയുള്ള നോൺ ബാങ്കിങ് ഫിനാൻസിങ് ആക്ടിവിറ്റീസും OPC ചെയ്യാൻ പാടില്ല എന്നും റൂളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാം, ഡോൺ വറി. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, OPCയിൽ ഒരു മെമ്പറല്ലേ ഉണ്ടാവുള്ളൂ, 1 പേഴ്സൺ അല്ലേ? അയാളാണ് മാക്സിമം 1 മിനിമം 1 ഒരാളെ ഉണ്ടാവുള്ളൂ. അയാളുടെ കൂടെ ഒരു നോമിനി ഉണ്ടാവുമല്ലോ. അപ്പോൾ മെമ്പറായിട്ടുള്ള ഒരാൾ, അയാൾക്ക് പകരമായിട്ട് എപ്പോഴെങ്കിലും മെമ്പർ ആവാൻ പോകുന്ന നോമിനി ആയിട്ടുള്ള ആൾ, രണ്ടാൾക്കും കൃത്യമായ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് നമ്മളൊരു OPC രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് OPC ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പറും നോമിനിയും എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് കൃത്യമായ റൂൾസ് ഉണ്ട്. അതിൽ 4 കണ്ടീഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വെരി സിമ്പിളാണ് കേട്ടോ. ഓക്കെ, ഇത് ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കുക, മെമ്പർക്കും നോമിനിക്കും ഒരേ റൂൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 4 കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് പറയാം, എല്ലാവരും ഒന്ന് ശ്വാസം വലിച്ചു വിട്ടെ. ഓക്കെ അല്ലേ? നമ്മളൊരു നാച്ചുറൽ പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ശ്വസിക്കാനും ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനൊക്കെ പറ്റും. നമ്മളൊരു നാച്ചുറൽ ബേർത്തിലൂടെ വന്ന ആൾക്കാരാണ്. അതായത് ഒരു മനുഷ്യജീവി ആയിരിക്കണം, നാച്ചുറൽ പേഴ്സൺ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മനുഷ്യനായിരിക്കണം. അതായത് ഇതിനെക്കൊണ്ട് എന്താ സാർ ഉദ്ദേശിക്കുന്നത്? അതായത് ഓൾറെഡി കമ്പനി നേട്ടില്ല നിങ്ങൾ, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, OPC എന്ന് പറയുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് കമ്പനീസ് ഇല്ലേ. അത്തരം ഒരു കമ്പനിക്ക് ഒരു OPC തുടങ്ങാൻ, OPCയിൽ മെമ്പർ ആവാൻ, അല്ലെങ്കിൽ ഒരു OPCയിൽ നോമിനി ആവാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സൈസ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യും. അതിന് സെപ്പറേറ്റ് ഒരു എക്സൈസ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും, റൈറ്റ്? ഒന്നാമത്തെ കണ്ടീഷനാണ് നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം. നമ്മൾ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആവാൻ പാടില്ല. അപ്പോൾ ചോദിക്കും, സാർ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആരൊക്കെയാണ്? കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അവർക്കൊന്നും OPCയിലെ മെമ്പറും നോമിനി ആവാൻ പറ്റില്ല. അടുത്തത്, വെറും നാച്ചുറൽ പേഴ്സൺ മാത്രം ആയാൽ പോരാ, വെരി ഇമ്പോർട്ടൻ്റ്ലി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇന്ത്യൻ സിറ്റിസൺ നിർബന്ധമാണ്. അപ്പോൾ 2 കണ്ടീഷൻസായി, നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മേ നോട്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ബർത്ത്. ഒരാളുടെ ബർത്ത് റിലേറ്റഡ് ആയിരിക്കണം എന്നില്ല സിറ്റിസൺഷിപ്പ്. നമുക്കറിയാമല്ലോ, ഞാൻ കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ത്യൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. രാഹുൽ ഗാന്ധി, ആക്ച്വലി ഹി വാസ് ആൻ ഇറ്റാലിയൻ സിറ്റിസൺ, ഇറ്റാലിയൻ ഒറിജിനാണ്, റൈറ്റ്? കറൻ്റ്ലി ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ. അക്ഷയ് കുമാർ, ബോളിവുഡ് ആക്ടറാണ് അക്ഷയ് കുമാർ. ഹി ഈസ് ഓർ ഹി വാസ് എ കനേഡിയൻ സിറ്റിസൺ ആയിരുന്നു. അത് സിറ്റിസൺഷിപ്പ് മാറി കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുത്തു. അപ്പോൾ ഇന്ത്യയിലൊരു റൂളുണ്ട്, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്ക് മാക്സിമം ഒരു സിറ്റിസൺഷിപ്പേ പാടുള്ളൂ. അപ്പോൾ കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുക്കുന്ന സമയത്ത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒഴിവാക്കേണ്ടി വന്നു. അതാണ് മനസ്സിലാക്കേണ്ട സംഭവം. മറ്റൊരു കാര്യം, ആലിയ ഭട്ട് നേട്ടുണ്ടോ? ബോളിവുഡ് ആക്ട്രസ് ആണ്. ഷീ വാസ് അല്ലെങ്കിൽ ഷീസ് ഐ തിങ്ക് ആലിയ ഭട്ട്, കത്രീന കൈഫ് ഒക്കെ ബ്രിട്ടീഷ് സിറ്റിസൺസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റിസൺഷിപ്പ്, ഫോറിൻ സിറ്റിസൺഷിപ്പിലുള്ള ആൾക്ക് ഇന്ത്യയിൽ ഒരു കമ്പനി, ഒരു OPCയിലെ മെമ്പർ ആവാനോ നോമിനി ആവാൻ പറ്റില്ല. അപ്പോൾ ഒക്കെ നിങ്ങളുടെ മൈൻഡിലൊരു തോട്ട് ഉണ്ടാവും, സർ നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം എന്ന് പറഞ്ഞു, ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ആയിരിക്കും എല്ലാ കമ്പനിയിലും? അല്ല. പ്രൈവറ്റ് കമ്പനിയിൽ, പബ്ലിക് കമ്പനിയിലൊക്കെ നമുക്ക് മെമ്പേഴ്സ് ആവാൻ, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഫോറിൻ സിറ്റിസൺസിന് പറ്റും, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആയ മറ്റൊരു കമ്പനിക്കോ മറ്റൊരു LLPക്കൊക്കെ പറ്റും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 1 പേഴ്സൺ കമ്പനി അഥവാ OPCനെ പറ്റിയിട്ടാണ്. അപ്പോൾ OPCയിലെ ഒരു മെമ്പർ ആവാനോ
OPC തുടങ്ങാൻ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ, അതുപോലെ ഒരു OPCയിൽ നോമിനി ആവാൻ ഉള്ള കണ്ടീഷനാണ് നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, മേജർ ആയിരിക്കണം. മേജർ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തികഞ്ഞ ആൾക്ക് മാത്രമേ ഒരു OPCയിൽ മെമ്പറോ അല്ലെങ്കിൽ നോമിനി ആവാൻ പാടുള്ളൂ. ഇതാണ് 3 കണ്ടീഷൻസ്, കമ്പൽസറി കണ്ടീഷൻസ്. 4ാമത്തത് ഓപ്ഷണൽ കണ്ടീഷനാണ്. ആണെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അല്ല. എന്താ സാർ ഓപ്ഷണൽ കണ്ടീഷൻ? പണ്ട് 4ാമത്തത് കമ്പൽസറി കണ്ടീഷൻ ആയിരുന്നു, പിന്നെ അത് ഓപ്ഷണലാക്കി. എന്താണ് ഓപ്ഷണൽ കണ്ടീഷൻ എന്നറിയോ? റെസിഡൻ്റ് ആവണം എന്ന് നിർബന്ധമില്ല. ഇന്ത്യൻ റെസിഡൻ്റ് ആവാം, നോൺ റെസിഡൻ്റ് ആവാം, റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആവാം, റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആവാം. അതാണ് ഓപ്ഷണൽ കണ്ടീഷൻ. പണ്ട് എന്തായിരുന്നു കമ്പൽസറി കണ്ടീഷൻ എന്നറിയോ? ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമായിരുന്നു. നമ്മൾ ഇന്ത്യൻ, അപ്പോൾ മുന്നേ അത് ഒരു കമ്പൽസറി കണ്ടീഷനായിരുന്നു, റെസിഡൻ്റ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഭയങ്കര ചർച്ചയായിരുന്നു. പക്ഷെ പിന്നീട് കോവിഡ് അങ്ങനത്തെ പല ഇവൻസും സംഭവിച്ചതിന് ശേഷം ഇവിടെ ഒരു കൃത്യമായൊരു അമെൻമെൻറ്റ് വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ, OPCയിലെ മെമ്പറോ നോമിനി ആവാൻ റെസിഡൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. റെസിഡൻ്റ് ആവാം, അതർവൈസ് ആവാം, റെസിഡൻറ്റ് ഓർ അതർവൈസ്. CA ഫൗണ്ടേഷനിലും CA ഇൻ്ററിലും ഇതേ റൂൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. മുന്നേ രണ്ടിലും ഡിഫറെൻറ്റ് റൂൾസൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും കൺഫ്യൂസ്ഡ് ആവേണ്ട, റെസിഡൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? 4 കണ്ടീഷൻസ് പറഞ്ഞു. നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം നിർബന്ധം, കമ്പൽസറി. മേജർ ആയിരിക്കണം, കമ്പൽസറി. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, പക്ഷേ ഇന്ത്യൻ റെസിഡൻ്റ് ആവണം എന്നില്ല. പണ്ട് ഇന്ത്യൻ റെസിഡൻ്റ് ആവണമെന്നായിരുന്നു, ഇപ്പോൾ ഇന്ത്യൻ റെസിഡൻ്റ് ആവണം എന്നില്ല. അപ്പോൾ ഒരു ചോദ്യം വരും, സർ എന്താണ് ഈ റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒരിക്കലും നമുക്ക് കറൻറ്റ് ഇയറിലെ നമ്പർ ഓഫ് ഡേയ്സ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്തതിനെ ബേസ് ചെയ്തിട്ടല്ല റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. നമ്മൾ ഇന്നത്തെ ഡേറ്റ് ഏതാ? ഓക്കെ, സോ ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. ടേക്കിംഗ് എക്സാമ്പിൾ ആസ് 1st April 2026. ഓക്കെ, 1st April 2026 എടുക്കുമ്പോൾ ഇന്ന് മുതൽ ഞാനൊരു ഇന്ത്യൻ റെസിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് അറിയേണ്ടത് ഇന്ന് മുതൽ ഞാൻ ഇന്ത്യയിൽ നിന്നിട്ടുണ്ടോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടല്ല. കമ്പനീസ് ആക്ട് പറയുന്ന കൃത്യമായ റൂൾ എന്താ അറിയോ? ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ, തൊട്ട് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയർ. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ഇപ്പോൾ കഴിഞ്ഞു, 31st മാർച്ചിന് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ 1st April 2025 to 31st March 2026 അല്ലേ? അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ ഇന്ത്യയിൽ 120 days ഓർ മോർ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനീസ് ആക്ട് കൃത്യമായ റൂൾ പറയുന്നുണ്ട്, OPCയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ 120 days ഓർ മോർ സ്റ്റേ ചെയ്തിട്ടുള്ള ആളെയാണ് റെസിഡൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി നമ്പർ ഓഫ് ഡേയ്സിന് റെലവൻസ് ഇല്ല ആക്ച്വലി. കാരണം നിർബന്ധമായിട്ടും റെസിഡൻ്റ് ആവണം, ഇന്ത്യൻ റെസിഡൻ്റ് ആവണം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. റെസിഡൻ്റ് ആവാം, അതർവൈസ് ആവാം. ഇതാ ഞാനിവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ പേഴ്സൺ മസ്റ്റാണ്, ഇന്ത്യൻ സിറ്റിസൺ മസ്റ്റാണ്, മേജർ മസ്റ്റാണ്, റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റിനും ടിക്ക് ഉണ്ടോ? അതേസമയം മൈനർ പറ്റൂല, 18 വയസ്സിന് താഴെയുള്ള ആൾ OPCയിലെ മെമ്പറോ നോമിനി ആവാൻ പറ്റൂല, ഫോറിൻ സിറ്റിസൺ പറ്റൂല, ആർട്ടിഫിഷ്യൽ പേഴ്സൺ പറ്റൂല. ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റൂളാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻ്റ് ആവണം എന്നില്ല. റെസിഡൻ്റ് ആവാൻ 120 days ആണ് സ്റ്റേ ചെയ്യേണ്ടത്. റെസിഡൻ്റ് ആവണം എന്നില്ല എന്ന് പറയുമ്പോൾ ഒരാൾ ഇന്ത്യയിൽ എത്ര ഡേയ്സ് സ്റ്റേ ചെയ്താലാണ് എലിജിബിൾ ആവുക? ഇറലവൻറ്റ്. അതിൻ്റെ കാര്യം വരുന്നില്ലല്ലോ. കാരണം നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഈസ് ഇറലവൻറ്റ് ഫോർ ബോത്ത് മെമ്പർ ആസ് വെൽ ആസ് നോമിനി. മെമ്പർക്കും നോമിനിക്കും കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ എത്ര ഡേയ്സ് സ്റ്റേ ചെയ്തു എന്നത് നോട്ട് റെലവൻറ്റ്, ഇറലവൻറ്റ്. അപ്പോൾ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ, എക്സസൈസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് ചെയ്യുമോ? എലിജിബിൾ ആണോ ഇൻഎലിജിബിൾ ആണോ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ടിക്ക് അല്ലെങ്കിൽ ക്രോസ് ചെയ്യാം. അപ്പോൾ എക്സസൈസ് ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുന്നേ മുകളിലത്തെ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഓർ അതർവൈസ് എന്ന് പറയുമ്പം നോൺ റെസിഡൻറ്റ്, അതിന് 2 arrow മാർക്ക് കൊടുക്കുക. റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ, കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിലല്ല കേട്ടോ, തൊട്ട് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ എത്ര ഡേയ്സ് സ്റ്റേ ചെയ്തു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുക. അപ്പോൾ അങ്ങനെ 120 days ഓർ മോർ സ്റ്റേ ചെയ്ത ആളെയാണ് കമ്പനീസ് ആക്ട് കേട്ടോ. ഇൻകം ടാക്സ് ആക്ട് പലതും പറയും, ഫെമ പലതും പറയും. ഇവിടെ ടോട്ടലി ഡിഫറെൻറ്റ് റൂളാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ കാര്യത്തിൽ. നമ്മൾ ഫെമ പറയുന്ന സമയത്ത് നമ്മളവിടെ പറയും എന്താണ് ഡിഫറൻസ്. ഇൻകം ടാക്സ് ആക്ട് നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കും. ഇവിടെ ഇതാണ് 120 days റൂളാണ് OPCയുടെ കേസിൽ. കമ്പനീസ് ആക്ട് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അത് ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഗ്ലോബലി നമ്മൾ ഇന്ത്യ ഒരു ഗ്ലോബൽ വില്ലേജ് ആവാൻ നോക്കുകയാണ്, എല്ലാവർക്കും വന്ന് കച്ചവടം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ പുറമേ നിന്നുള്ള ഒരാൾ ഓക്കെ വന്നിട്ട്, അല്ലെങ്കിൽ റെസിഡൻ്റ് ആവണം എന്നില്ല, നോൺ റെസിഡൻറ്റ് ഇവിടെ ബിസിനസ് ചെയ്തോട്ടെ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള ഇന്ത്യൻ സിറ്റിസൺ, ഫോറിൻ സിറ്റിസൺ പറ്റൂല, അത് വേറെ വിഷയം. ഫോറിൻ സിറ്റിസൺസിന് എന്ത് ചെയ്യാം?
പ്രൈവറ്റ് കമ്പനിയിലും പബ്ലിക് കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് മെമ്പേഴ്സ് ആവാം. പക്ഷേ ഒ പി സിയിൽ മെമ്പറോ നോമിനിയോ ഒ പി സി തുടങ്ങാൻ അല്ലെങ്കിൽ ഒ പി സിന് നോമിനി ആവാൻ വേണ്ടി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പക്ഷേ ഇതേ ഇന്ത്യൻ സിറ്റിസൺ ഇനി പുറത്തുനിന്നെങ്കിലും ആവശ്യത്തിന് പോയി, പക്ഷേ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് റീറ്റെയിൻ ചെയ്തു അയാൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഡേയ്സ് പുറത്ത് നിന്നാലും അയാൾക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം, റൺ ചെയ്യാം. കാരണം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പല സ്റ്റാഫും എംപ്ലോയീസും ഇതൊക്കെ നമ്മുടെ എക്കണോമിനെ ബൂസ്റ്റ് ചെയ്യുന്ന ബിസിനസ് അല്ലേ, അപ്പോൾ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, റീറ്റെയിൻ അല്ല, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇസ് ഇറലവൻറ്റ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഒന്നാമത്തെ കേസിൽ മേജറാണ്, നാച്ചുറൽ പേഴ്സൺ ആണ്, ഇന്ത്യൻ സിറ്റിസൺ ആണ്. നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. IPFY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ, കൺഫ്യൂസ്ഡ് ആവണ്ട. സോ എലിജിബിൾ ആണോ ഇൻഎലിജിബിൾ ആണോ? അബ്സല്യൂട്ട്ലി എലിജിബിൾ ആണ്, എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടാമത്തെ കേസ് നമ്പർ 2 അങ്ങോട്ടേക്ക് നോക്കട്ടെ. മേജറല്ല, മൈനറാണെങ്കിൽ പിന്നെ ഒന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റെസിഡൻ്റ് ആയിട്ട് പോലും ഇവിടെ ഇൻഎലിജിബിൾ ആണ്. ഇൻഎലിജിബിൾ എന്ന് പറയാം. റീസൺ ഏജ് ആണ് ഫാക്ടർ. ആദ്യത്തേൽ നിങ്ങൾക്ക് ടിക്കിടാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ എന്ന് എഴുതാം. മൂന്നാമത്തെ കേസ് നാച്ചുറൽ പേഴ്സൺ അല്ല, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ABC ലിമിറ്റഡ്, ഇൻഎലിജിബിൾ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് സ്റ്റാറ്റസ് ഓഫ് ദി പേഴ്സൺ അല്ലേ. നാലാമത്തത് ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഫോറിൻ സിറ്റിസണാണ്, പക്ഷേ ഇന്ത്യയിൽ 200 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? ഇന്ത്യൻ സിറ്റിസണേ പാടുള്ളൂ, അപ്പോൾ അവിടെയും ഇൻഎലിജിബിൾ, ഫോറിൻ സിറ്റിസൺ ആയതുകൊണ്ട്. ഓക്കെ ഡൺ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ. അടുത്തൊരു കിട്ടില്ല സംഭവം വരാനുണ്ട് കേട്ടോ. ഇത് ഫൗണ്ടേഷനിൽ പഠിച്ച റൂളിൻ്റെ എക്സ്റ്റൻഷനാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഫൗണ്ടേഷൻ മറന്നേക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഡിഗ്രി നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളടക്കം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ കൂടുതൽ ഓർമ്മിപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല, ഫൗണ്ടേഷൻ്റെ ആവശ്യം നമുക്കില്ല ഇവിടെ ആക്ച്വലി. ഓക്കെ, എന്നാലും ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതൽ എന്നതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതിലെനിക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ അടുത്ത റൂളിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സ്ക്രീൻ ഇപ്പം വരും, ഡോണ്ട് വറി. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് എത്ര OPC ഫോം ചെയ്യാൻ പറ്റും, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അതായത് ഒരാൾക്ക് എത്ര OPC ഇന്ത്യയിൽ തുടങ്ങാൻ പറ്റും? ദ ആൻസർ ഈസ് 1. ഒരാൾക്ക് മാക്സിമം ഒരു OPCയിലെ മെമ്പറായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ, ഒന്നിലധികം OPC തുടങ്ങാൻ പറ്റില്ല. ഓൾറെഡി എലിജിബിലിറ്റി നമ്മൾ ഓൾറെഡി കണ്ടീഷൻസ് പറഞ്ഞു, ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞു. നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, മേജർ ആയിരിക്കണം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കേണ്ട ആവശ്യമില്ല, റെസിഡൻറ്റ് ഓർ അതർവൈസ്. എന്നാൽ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത ഒരാൾക്ക് ഇന്ത്യയിൽ ഒരു OPCയിൽ മാത്രമേ മെമ്പർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ചോദിക്കും, സാറേ നോമിനിക്കോ? ഒരാൾക്ക് നാച്ചുറൽ പേഴ്സണായ ഇന്ത്യൻ സിറ്റിസണായ മേജറായ ആൾക്ക് ഒരു OPCയിൽ മാത്രമേ നോമിനിയുമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പല കുട്ടികൾക്കും ചിന്തിച്ചാൽ അതിൻ്റെ ലോജിക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ്? മൾട്ടിപ്പിൾ OPCയിൽ നോമിനിയായി നിന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ മെമ്പറുടെ മരണം, ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി, ഡെത്ത് അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി വന്നു കഴിഞ്ഞാൽ അയാൾ മെമ്പർ ആവേണ്ടി വരില്ലേ? ഓക്കെ, അത് കുഴപ്പമില്ല, അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് മാക്സിമം ഒരു OPCയിൽ മാത്രമേ മെമ്പർ ആവാൻ പറ്റുള്ളൂ, ഒരാൾക്ക് മാക്സിമം ഒരു OPCയിൽ മാത്രമേ നോമിനി ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു OPCയിലെ മെമ്പറായിട്ടുള്ള ആൾക്ക് വേറെ ഏതെങ്കിലും OPCയിൽ നോമിനി ആവാൻ പറ്റുമോ? ഒരു OPCയിൽ മെമ്പറായ ആൾക്ക് അതേ OPCയിൽ നോമിനി ആവാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൽ അതെങ്ങനെ പറ്റുക? മെമ്പർ നോമിനി വേറെ ആളായിരിക്കണ്ടേ, സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കണ്ടേ, നാച്ചുറൽ പേഴ്സൺസ് സെപ്പറേറ്റ് ആയിരിക്കണ്ടേ? ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു OPCയിൽ മെമ്പറായിട്ടുള്ള ആൾക്ക് മറ്റൊരു OPCയിൽ നോമിനി ആവാൻ പറ്റുമോ? അപ്പോൾ ചില കുട്ടികൾ ലോജിക്കലി ആലോചിക്കും, സാർ അതെങ്ങനെ പറ്റാനാ? കാരണം അയാൾ വേറെ ഏതെങ്കിലും ഒരു OPCയിൽ നോമിനി ആവുകയും അവിടുത്തെ മെമ്പറുടെ ഡെത്ത് ഉണ്ടാവുകയും ചെയ്താൽ ഇയാൾ 2 OPCയിൽ മെമ്പർ ആയില്ലേ? അപ്പോൾ അതിന് ആൻസർ നോ അല്ലേ വരിക? അല്ല, ദി ആൻസർ ഈസ് യെസ്, പറ്റും. ഒരു OPCയിലെ മെമ്പറായ ആൾക്ക് മറ്റൊരു OPCയിൽ നോമിനി ആവാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത് ഫൗണ്ടേഷൻ്റെ എക്സ്റ്റൻഷൻ. ഫൗണ്ടേഷനിൽ പറഞ്ഞു നിർത്തിയത് എന്താണെന്നറിയോ? ഒരാൾക്ക് മാക്സിമം ഒരു OPCയിൽ മാത്രമേ മെമ്പർ ആവാൻ പറ്റുള്ളൂ, ഒരാൾക്ക് മാക്സിമം ഒരു OPCയിൽ മാത്രമേ നോമിനി ആവാൻ പറ്റുള്ളൂ. ഒരു OPCയിലെ മെമ്പർക്ക് ഒരു OPCയിൽ മെമ്പറായിട്ടുള്ള ആൾക്ക് മറ്റൊരു OPCയിൽ നോമിനി ആവാൻ പറ്റുമോ എന്നുള്ളത് ഫൗണ്ടേഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇതുവരെ ഇല്ല, മേ ബി ഭാവിയിൽ വരാം. അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ഇവിടെ നമ്മൾ കാണണം, യെസ് പറ്റും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോജിക്കലി ആൻഡ് ഓൾസോ വിത്ത് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. മിസ്റ്റർ AB ഒരു OPC ഇൻകോർപ്പറേറ്റ് ചെയ്തു, CD ആയിരുന്നു അതിൻ്റെ നോമിനി. ഓക്കെ, അപ്പോൾ ഒരു OPCയിൽ AB ആണ് മെമ്പർ, CD ആണ് നോമിനി.
ഇതേ എ ബിക്ക് ഇനി മറ്റേതെങ്കിലും ഒരു ഒ പി സിയിൽ മെമ്പർ ആവാൻ പറ്റുമോ? ഇല്ല. ഇതേ സി ഡി, ഇവിടുത്തെ നോമിനിയായ സി ഡിക്ക് മറ്റൊരു ഒ പി സിയിൽ നോമിനി ആവാൻ പറ്റുമോ? ഇല്ല. ഈ ഒ പി സിയിലെ മെമ്പറായ എ ബിക്ക് മറ്റൊരു ഒ പി സിയിൽ നോമിനി ആവാൻ പറ്റുമോ? യെസ് യെസ് യെസ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നോട്ട് ചെയ്യുക. എ ബി ഒ പി സി, ജസ്റ്റ് ഒരു പേര് അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്. എ ബി ഒ പി സിയിൽ മെമ്പർ എ ബി ഉണ്ട്, നോമിനായിട്ട് സി ഡി ഉണ്ട്. പി ക്യു ഒ പി സിയിൽ മെമ്പറായിട്ട് പി ക്യു ഉണ്ട്. അവിടെ നോമിനായിട്ട് ആരാ ഉള്ളത്? എ ബി ഒ പി സിയിലെ മെമ്പറായിട്ടുള്ള എ ബി ആണ് പി ക്യു ഒ പി സിയിലെ നോമിനി. ഓക്കെ, നോട്ട് ചെയ്തില്ലേ? ഡണ്ണല്ലേ? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇതിന് ആ സാധാരണ ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ 3 ആൾക്കാരെ വെച്ചിട്ടാണ് ഇത് ചെയ്യാറ്. അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരാൾ ഒരു ഓഫീസിലെ മെമ്പറാക്കും, അയാളുടെ ബാക്കിൽ നോമിനീനെ വെക്കും, മറ്റൊരു ഓഫീസിലെ മെമ്പറെ വെക്കും. നോമിനി എന്നുള്ള സ്ഥലം ഒഴിച്ചു വിടും. എന്നിട്ട് ഈ ഓഫീസിലെ മെമ്പർ അയാളെ അവിടെ നോമിനി ആക്കും. അപ്പം ഇങ്ങനെ മാറ്റിയിട്ടാണ് വെക്കുക. അതന്നെ ഇവിടെ ഉള്ള കണ്ടോ, സെയിം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എ ബിനെ കാണാൻ പറ്റും. എ ബി തന്നെയാണ് ഒരു ഓഫീസിലെ മെമ്പറും മറ്റൊരു ഓഫീസിലെ നോമിനിയും. അപ്പം അങ്ങനെ ആയാലും എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ആരുടെ മരണമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മെയിൻ കൺഫ്യൂഷൻ. ഓക്കെ, സി ഡി മരിച്ചാൽ പ്രശ്നമുണ്ടോ? സി ഡി മരിച്ചാൽ എന്താ പ്രശ്നം? മരിച്ചാൽ ഞാൻ പറയുന്നത് പക്ക ബിസിനസ് ആൻഡ് റൂളിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്, അല്ലാണ്ട് ഇമോഷണലി അല്ല കേട്ടോ. സി ഡി മരണപ്പെട്ടാൽ എന്താ? ബിസിനസ്സിനെ ഒരിക്കലും ബാധിക്കില്ല. കാരണം മെമ്പറായ എ ബി ഓഫീസിലെ മെമ്പറായ എ ബിക്ക് നോമിനേറ്റ് മറ്റൊരാളെ വെച്ചാൽ പോരെ. ഓക്കെ, ഇനി എ ബി മരിച്ചാൽ പ്രശ്നമുണ്ടോ? എ ബി മരിച്ചാൽ എന്താ പ്രശ്നം? എ ബി മരിച്ചാൽ സി ഡി ഇവിടെ മെമ്പറാവും. സിമ്പിൾ. സി ഡി മറ്റൊരു നോമിനീനെ വെക്കണം അല്ലേ? ഇവിടെയോ നോമിനിയായ എ ബി മരിച്ചാലും പകരം വേറെ ആളെ വെച്ചാൽ മതി, പി ക്യു ഒ പി സി. അവിടെയും കുഴപ്പമില്ല. അപ്പോൾ ആരുടെ മരണമാണ് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതൊന്നും ആലോചിച്ചാലേ കിട്ടുള്ളൂ. എ ബി മരിച്ചാൽ നോ ഇഷ്യൂ. നോ ഇഷ്യൂ എന്നല്ല, അവിടെ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. സി ഡി മരിച്ചാലും സൊല്യൂഷൻ ഉണ്ട്. ഇവിടെ പ്രശ്നം കൺഫ്യൂഷൻ വരാൻ പോകുന്നത് എപ്പോഴാണെന്നറിയോ? പി ക്യു മരണപ്പെട്ടാലോ? ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് തരും, ഡോണ്ട് വറി. പി ക്യു മരണപ്പെട്ടിട്ടുണ്ടെങ്കിലോ? പി ക്യു മരണപ്പെട്ട എന്താ പ്രശ്നം എന്നറിയോ? ഇവിടെ നോമിനായ എ ബി എന്താവും? അവിടെ മെമ്പറായി മാറും. ഓൾറെഡി എ ബി എന്ന് പറയുന്നത് എ ബി ഒ പി സിയിലെ മെമ്പറാണ്. അതേ എ ബി മറ്റൊരു ഒ പി സിയിൽ കൂടി മെമ്പറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൂൾ വയലേറ്റ് ആയില്ലേ? അങ്ങനെ പറ്റുമോ? ദി ആൻസർ ഈസ് പറ്റും. ഫോർ 180 ഡേയ്സ് പറ്റും. 180 180 ഡേയ്സിലേക്ക് അത് അലൗഡാണ്. അതാണ് നമ്മൾ താഴെ പറയാൻ പോകുന്നത്. ഈ സിറ്റുവേഷൻസ് കൊടുക്കുക, എ ബി ഒ പി സി കൊടുക്കുക, പി ക്യു ഒ പി സി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞതുകൊണ്ട് ചിലപ്പം കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോട്ട് ചെയ്ത് തരട്ടെ. ഓക്കെ, സോ എന്ത് ചെയ്യുക? ഈ ഒരു സംഭവം നോട്ട് ചെയ്യുക. എന്നിട്ട് ഓരോരുത്തരും മരിച്ചാൽ എന്ത് സംഭവിക്കും നമുക്ക് നോട്ട് ചെയ്യാം കേട്ടോ. മിസ്റ്റർ എ ബി ഡൈസ്. എ ബി ഒ പി സിയിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാനാ? സി ഡി. ഞാനതിങ്ങനെ വെക്കട്ടെ, കുറച്ചും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. കാരണം മറ്റേതും കൂടി നമുക്ക് ആവശ്യമാണ്. സി ഡി ബിക്കംസ് ദ മെമ്പർ. ദെൻ അപ്പോയിൻറ്റ് എ നോമിനി. ഒരു നോമിനീനെ വെക്കുക. സിമ്പിൾ. ഓക്കെ അല്ലേ? യെസ് ഓർ നോ? ഞാൻ ഒന്ന് സൂം ചെയ്തോട്ടെ, അതാണ് കുറേ കുട്ടികൾക്ക് ഇത് വരും, കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ അല്ലേ? പി ക്യു ഒ പി സിയിൽ പി ക്യു ഒ പി സിയിൽ എന്താ സംഭവിക്കുക? പി ക്യു ഒ പി സിയിൽ എ ബി എന്ന് പറയുന്ന ആൾ നോമിനി അല്ലേ അല്ലേ? അപ്പോൾ പി ക്യു ഒ പി സിയിൽ അയാൾ എന്ത് ചെയ്യണം? ഹാസ് ടു അപ്പോയിൻറ്റ് അനദർ നോമിനി. ഈസിലി പ്രോബ്ലം സോൾവ്ഡ് അല്ലേ? സി ഡി ആണ് മരിച്ചതെങ്കിലോ? സി ഡി ആണ് മരിച്ചതെങ്കിൽ എന്താ പ്രശ്നം? എ ബി ഒ പി സി ഹാസ് ടു അപ്പോയിൻറ്റ് അനദർ നോമിനി. കാരണം എ ബി ഒ പി സിയുടെ ഒരു നോമിനി മാത്രമാണ് സി ഡി. അയാൾ മരിച്ചതിനെ കൊണ്ട് എ ബി ഒ പി സി എന്ത് ചെയ്യുക? പുതിയൊരാൾ മിസ്റ്റർ എ ബി എന്ന് പറയുന്ന മെമ്പർ മറ്റൊരാൾ നോമിനേറ്റ് വെക്കുക. പി ക്യു ഒ പി സിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നോ എഫക്റ്റ്. ഒരു എഫക്റ്റും ഇല്ല. പി ക്യുവുമായിട്ട് സി ഡിക്ക് ഒരു ബന്ധമില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി പി ക്യു മരിച്ചിട്ടുണ്ടെങ്കിൽ എ ബി ഒ പി സിയിൽ എന്താ സംഭവിക്കും? നോ എഫക്റ്റ്. കാരണം പി ക്യുക്കും എ ബി ഒ പി സി ആയിട്ട് യാതൊരു ബന്ധമില്ല. ഒ പി സി എ ബി ഒ പി സിയുമായിട്ട് മിസ്റ്റർ പി ക്യുക്ക് യാതൊരു ബന്ധമില്ല. ഇപ്പുറത്ത് എന്താ സംഭവിക്കുക? അവിടെയാണ് ട്വിസ്റ്റ്. ഞാൻ ഡിഫറെൻറ്റ് കളറായിട്ട് തന്നെ ചെയ്യാം. മിസ്റ്റർ എ ബി becomes the member
ഒരു *1 കൊടുത്തു, ഇവിടെ *1 എക്സ്പ്ലനേഷൻ കൊടുത്തു, താഴെ നോട്ട് ചെയ്തോ. എന്താ അതിനുള്ള സൊല്യൂഷൻ ഇതാണ്, താഴെ കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് 180 ഡേയ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് ഒരാൾക്ക് 2 ഓഫീസിൽ മെമ്പറായിട്ട് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതിന് ഒരു എക്സെപ്ഷൻ പോലെയാണ്. അതായത് മിസ്റ്റർ എ ബി ബിക്കംസ് ദ മെമ്പർ ഓഫ് 2 OPC അറ്റ് ദ സെയിം ടൈം അലൗഡ് ആണ്, ബട്ട് ഫോർ 180 ഡേയ്സ് ഓൺലി. വിത്തിൻ 180 ഡേയ്സിനുള്ളിൽ മിസ്റ്റർ എ ബി എന്ത് ചെയ്യണം? എ ബി ഒ പി സി അയാളുടെ സ്വന്തം കമ്പനിയുമായ എ ബി ഒ പി സിയുമായിട്ടാണ് അയാൾ കണ്ടിന്യൂ ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? അവിടെ മറ്റൊരാളെ, ഇവിടെ പി ക്യു ഒ പി സിയിൽ മറ്റൊരാളെ മെമ്പറാക്കണം. എന്നിട്ട് എ ബി ഒ പി സി ആയിട്ട് മുന്നോട്ട് പോകണം. പി ക്യു ഒ പി സിയിൽ വേറൊരാളെ മെമ്പർ, ഇയാൾ 2 ഓഫീസിലെ മെമ്പറാണ്, എ ബി ഒ പി സിയിലും പി ക്യു ഒ പി സിയിലും. അപ്പോൾ എ ബി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പി ക്യു ഒ പി സിയിൽ മറ്റൊരാളെ മെമ്പറായിട്ട് വെക്കണം. നോമിനായിട്ട് ആക്കാൻ വെക്കാം, കുഴപ്പമില്ലല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. നോമിനായിട്ട് മിസ്റ്റർ എ ബിക്ക് തന്നെ ഇവിടെ മെമ്പറാണ് അയാൾ എ ബി ഒ പി സിയിൽ, പി ക്യു ഒ പി സിയിൽ നോമിനേറ്റ് നിൽക്കാം, വേറെ ആളെ മെമ്പറായിട്ട് വെച്ചാൽ മതി. മിസ്റ്റർ പി ക്യുവിൻ്റെ ഏതെങ്കിലും ലീഗൽ റെപ്പിനോ മറ്റോ വെച്ചാൽ മതി, കുഴപ്പമില്ല. പിന്നെ അയാൾ തീരുമാനിക്കുകയാണ് പി ക്യു ഒ പി സിയിലായിട്ട് മുന്നോട്ട് പോകാം, മെമ്പറായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ പി ക്യു ഒ പി സിയുടെ മെമ്പറായിട്ട് മുന്നോട്ട് പോയിക്കോ 180 ഡേയ്സും കഴിഞ്ഞിട്ട്. പക്ഷേ എ ബി ഒ പി സി വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കണം. വേറെ ആർക്കും വിട്ടുകൊടുക്കണം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സി ഡി എന്താവും? മെമ്പറാവും. അവിടെ എ ബി ഒ പി സി, എ ബി പോകല്ലേ ചെയ്യുന്നത്, എ ബി പി ക്യു ഒ പി സി ആയിട്ട് മുന്നോട്ട് പോകല്ലേ. അപ്പം എ ബി ഇവിടുന്ന് മെമ്പർഷിപ്പ് ഒഴിവാക്കണം നിർബന്ധം. അപ്പോൾ സി ഡി എന്താവും? മെമ്പറാവും, മറ്റൊരാളെ നോമിനേറ്റ് വെക്കണം. സിമ്പിൾ. മറ്റൊരാളെ നോമിനേറ്റ് വെക്കണം എന്ന് വെച്ചാൽ എ ബിനെ തന്നെ നോമിനേറ്റ് വെക്കാൻ പറ്റുമോ? പറ്റും, സിമ്പിൾ. കാരണം എ ബി അപ്പുറത്ത് പി ക്യു ഒ പി സിയിലെ മെമ്പറാണ്, ഇവിടെ നോമിനേറ്റ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ കാര്യങ്ങൾ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ആണോ? സെറ്റാണോ? അതായത് ആരുടെ ഡെത്ത് കാരണമാണ് ഈ പ്രശ്നം വന്നതെന്നറിയോ? ഒരു ഓഫീസിലെ മെമ്പറായിട്ടുള്ള ആൾ മറ്റൊരു ഓഫീസിൽ നോമിനേറ്റ് നിൽക്കാൻ പറ്റുമോ? പറ്റും. ഇയാളുടെ ഡെത്തല്ല പ്രശ്നം, ഇയാൾ ഓഫീസിലെ നോമിനിയുടെ ഡെത്തല്ല പ്രശ്നം. പിന്നെയോ ഇയാൾ ഏത് ഓഫീസിലാണോ, വേറെ ഏത് ഓഫീസിലാണോ ഇയാൾ നോമിനി ആയിട്ടുള്ളത് അവിടുത്തെ മെമ്പറുടെ ഡെത്താണ് പ്രശ്നം. അപ്പോൾ ഇയാൾ അവിടെ നോമിനി ആയതുകൊണ്ട് അവിടുത്തെ മെമ്പർ ഡെത്ത് സംഭവിച്ചതുകൊണ്ട് ഇയാൾ അവിടെയും മെമ്പറായി. അപ്പോൾ 2 ഓഫീസിലെ മെമ്പറായി. 180 ഡേയ്സിലേക്ക് മുന്നോട്ട് പോകാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം ചൂസ് ചെയ്തോളണം. 180 ഡേയ്സ് നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം, അവസാനം നിങ്ങൾക്ക് എല്ലാ ഡേയ്സിൻ്റെയും ഒരു ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യും കേട്ടോ. ഡേയ്സിൻ്റെ ഒക്കെ ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യും, ഡോണ്ട് വറി. 30 ഡേയ്സ്, 7 ഡേയ്സ്, 15 ഡേയ്സ്, അങ്ങനെ ഒരുപാട് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം, നോ ഇഷ്യൂസ്. ഓക്കെ, ഡൺ. നമുക്കതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒ പി സിൻ്റെ ഒരു ക്വസ്റ്റ്യനോടുകൂടി നമുക്ക് ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി നമ്മൾ മെയിൻ ചാപ്റ്റർ ഡിസ്കഷനിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഇൻട്രഡക്ഷനാണ്, ഫസ്റ്റ് ഡേൻ്റെ സെഷനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മളിനി ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ബുക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഏരിയ കവർ ചെയ്യുമ്പോൾ ഒ പി സിയിലുള്ള കംപ്ലീറ്റ് പോയിൻറ്റ്സും അതോടൊപ്പം റിവൈസ് ചെയ്യും. ഏതെങ്കിലും പോയിന്റ് വിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കവർ ചെയ്യും, ഡോണ്ട് വറി കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എലിജിബിലിറ്റി ഫാക്ടർ, കപ്പാസിറ്റി ഓഫ് മെമ്പർ ആൻഡ് നോമിനി. ഇതൊന്ന് സോൾവ് ചെയ്യണം. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ മാക്സിമം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും ഇതിൽ കവർ ചെയ്യാണ്, എല്ലാ സെനാരിയോസും കവർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിലൊരു ഡൗട്ടും കൺഫ്യൂഷനൊന്നും വരാനില്ല. ഓക്കെ, നമുക്ക് നോക്കിയാലോ, 10 പെട്ടെന്ന് കവർ ചെയ്താലോ. ഓക്കെ ആണോ എവരിവൺ? നോട്ട് ചെയ്യുക. കപ്പാസിറ്റി ഓഫ് മെമ്പർ ആൻഡ് നോമിനി, മിസ്റ്റർ എ, മിസ്റ്റർ ബി എലിജിബിലിറ്റി, മെമ്പർ, നോമിനി എലിജിബിലിറ്റി. ഓക്കെ, സോൾവ് ചെയ്താലോ. ഒന്നാമത്തെ കേസ് എലിജിബിൾ ആണോ എന്നാണ് ചോദ്യം. മിസ്റ്റർ എ ആണ്, മിസ്റ്റർ ബി ആണ് നോമിനി. ടിക്കിട അസ്യൂമിങ് അതർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ്. ടിക്കിടാണ്, മറ്റെല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്. ഇവർ രണ്ടാളും നാച്ചുറൽ പേഴ്സൺസ് ആണ്. മിസ്റ്റർ എ, മിസ്റ്റർ ബി മേജർ ആണ് എന്നും ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്നും നമുക്ക് അസ്യൂം ചെയ്യാം. റെസിഡൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മിസ്റ്റർ എയും എ ബി ലിമിറ്റഡും പറ്റൂല, നോ. റീസൺ, എ ബി ലിമിറ്റഡ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. സിമ്പിൾ. മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ എ, നോ, സെയിം പേഴ്സൺ, കനോട്ട് ബി. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് കേട്ടോ. സിമ്പിൾ. അന്നേരം ആർക്കെങ്കിലും കിട്ടാതായിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്തായിട്ട് മിസ്റ്റർ എ. മിസ്റ്റർ ബി ഈസ് എ നോമിനി ഓഫ് അനദർ ഒ പി സി. മറ്റൊരു ഒ പി സിയിൽ നോമിനിയായ ആൾക്ക് പിന്നെയും വന്നിട്ട് നോമിനി ആകാൻ പറ്റുമോ? ഇല്ല. സോ അവിടെ ഇന്നെലിജിബിൾ ആണ്. ഓക്കെ, കാരണം മോർ ദാൻ മൾട്ടിപ്പിൾ ഒ പി സിയിൽ ഒരാൾക്ക് നോമിനായിട്ട് നിൽക്കാൻ പറ്റൂല. ഓക്കെ, നോമിനി മോർ ദാൻ 1 ഒ പി സി പറ്റൂല.
മിസ്റ്റർ എ മിസ്റ്റർ ബി എ മെമ്പർ ഓഫ് അനദർ ഒ പി സി, മറ്റൊരു ഒ പി സിയുടെ മെമ്പറായ മിസ്റ്റർ ബിക്ക് ഇവിടെ നോമിനി ആകാൻ പറ്റില്ല. യെസ്, ഓൾറെഡി എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്, നോ ഇഷ്യൂസ്. മറ്റ് കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള അസംഷനിലാണ് നമ്മളിത് ആൻസർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത എ ബി ലിമിറ്റഡ് മെമ്പർ, നോ പറ്റൂല, ഓൾറെഡി നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. മിസ്റ്റർ എ സൺ ഓഫ് മിസ്റ്റർ എ 17 years ഓൾഡ്, പറ്റുമോ? പറ്റൂല, കാരണം മൈനർ. മിസ്റ്റർ എ റെസിഡൻറ്റ്, മിസ്റ്റർ ബി നോൺ റെസിഡൻറ്റ്, സ്റ്റിൽ പറ്റും, ഓൾ അതർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള അസംഷനിലാണ്. മിസ്റ്റർ എ ഇന്ത്യൻ, മിസ്റ്റർ ബി ഫോറിൻ സിറ്റിസൺ, പറ്റൂല, ഫോറിൻ സിറ്റിസൺ പറ്റൂല. ലാസ്റ്റ് ആൻഡ് ഫൈനലി മിസ്റ്റർ എ നോൺ റെസിഡൻറ്റ്, മിസ്റ്റർ ബി നോൺ റെസിഡൻറ്റ്, പറ്റും, അസ്യൂമിങ് അതർ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. മറ്റ് കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള അസംഷനിൽ നമുക്ക് പറ്റും. ഓക്കെ, ഡൺ. ആൻഡ് ലാസ്റ്റ്ലി ഈ ഒരു സെഷനിൽ നമുക്കൊരു കാര്യം കൂടി പറയാനുള്ളത് ഇതുകൂടി നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ, മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, മിനിമം മെമ്പേഴ്സ്, മാക്സിമം മെമ്പേഴ്സ്. മിനിമം മെമ്പേഴ്സ് മാക്സിമം മെമ്പേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം. ഒ പി സിയിൽ 1 ഈസി, പ്രൈവറ്റിൽ 2 to 200, 2 മിനിമം 200 മാക്സിമം. പ്രൈവറ്റിൽ മിനിമം 2 മെമ്പേഴ്സ്, മാക്സിമം അൺലിമിറ്റഡ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഫൗണ്ടേഷനിൽ എനിക്കൊന്ന് ഡയറക്ടേഴ്സിൻ്റെ കൗണ്ടൊന്നും പഠിക്കാനില്ല, ഇവിടെ ഉണ്ട്. മിനിമത്തിന് ഒരു സിമ്പിൾ വഴി പറഞ്ഞു തരട്ടെ, 1 2 3. മിനിമം മെമ്പേഴ്സ് എങ്ങനെയാണ്? 1 to 7 അല്ലേ? ഡയറക്ടേഴ്സിൻ്റെ കാര്യത്തിൽ 1 2 3, 1 2 3 സിമ്പിൾ. മാക്സിമം ഡയറക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പലരും ചിന്തിക്കും എന്താണ് അത് ഡിഫറെൻ്റ് ആണ്. അല്ല, എല്ലാത്തിനും സെയിം ആണ്. ഒ പി സിക്ക് 15 ഡയറക്ടേഴ്സ് ആവാം, പ്രൈവറ്റ് കമ്പനിക്കും പബ്ലിക് കമ്പനിക്കൊക്കെ 15 ഡയറക്ടേഴ്സ് ആവാം. ഒരു കാര്യം ചില ആൾക്കാർ ചിന്തിക്കും, ഒ പി സിക്ക് എന്തിനാ 15 ഡയറക്ടേഴ്സ്? വലിയ ബിസിനസ് ആണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ 15 ഡയറക്ടേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ വെച്ചോട്ടെ, കുഴപ്പമില്ല. ഒരു ഡയറക്ടറെ പറ്റുള്ളൂ എന്നൊന്നും ഒരിക്കലും ഇല്ല. ഓക്കെ, ഇനി ഒരു മെമ്പറേ ഉള്ളൂ, അയാൾക്ക് തന്നെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ആയിക്കോളൂ. മറ്റൊരാളെ ഒരു ഡയറക്ടറായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചോളൂ. ഇനി അയാൾക്ക് മറ്റൊരാൾക്കും കൂടി ഡയറക്ടറാണെന്ന് ആയിക്കോ. 15 പേര് വരെ ഡയറക്ടേഴ്സ് ഒ പി സിക്കും പറ്റും, പ്രൈവറ്റിനും പറ്റും, പബ്ലിക്കിനും പറ്റും. ഇതെല്ലാ കമ്പനീസിനും കോമൺ ആയിട്ട് വരുന്ന റൂളാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഒ പി സി. ഒ പി സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ആകെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ നമ്മളെ ചാപ്റ്ററിൻ്റെ ഒരു ഇതിൽ ഫുൾ കവറേജ് നമ്മൾ എന്ത് ചെയ്യും, ഒ പി സി മൊത്തത്തിൽ അതിലുള്ള പോയിൻറ്റ്സ് ഒക്കെ പറയും. അതിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിനെപ്പറ്റി പറയും. നമ്മളെ ചാരിറ്റബിൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ അതിന് കൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഒ പി സി ഫോർ ദ ഡേ. ദാറ്റ്സ് ഇറ്റ്, വി ആർ കോളിംഗ് ഇറ്റ് എ ഡേ. ദിസ് സെഷൻ ഈസ് എൻഡഡ്. താങ്ക് യു. ഒ പി സി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെറ്റാണെന്ന് തന്നെ വിശ്വാസം. ദാറ്റ്സ് ഇറ്റ്, ഡൺ, അണ്ടർസ്റ്റുഡ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, റെഡി, ഡൺ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, എൻ്റെ ഈ നമ്പറിലല്ല, ഈ നമ്പറിൽ അല്ല. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഈ നമ്പർ. ഡൗട്ട് കാര്യങ്ങളൊക്കെ ഓൾറെഡി എൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ 9895 അടിച്ചാൽ മതി. ആദ്യത്തെ 4 നമ്പറിന് പകരം 9895. ഓക്കെ, ഡൗട്ടുകളൊക്കെ അതിൽ ചോദിക്കാം കേട്ടോ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.